ഹായ്, ഞാൻ രൂപേഷ് വർമ്മ, അൽഹിൻ സ്റ്റഡി അബ്രോഡിന്റെ മാനേജറാണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു കരിയർ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അതിന് ശ്രദ്ധിക്കേണ്ട 6 കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒന്നാമത്തെ കാര്യം, ചൂസ് സബ്ജക്ട് യു എൻജോയ്. അതെ, നിങ്ങൾ പഠന സമയത്ത് നിങ്ങൾ എൻജോയ് ചെയ്യുന്ന സബ്ജക്റ്റുകൾ ഉണ്ടാവും. അതായത് അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിന്റെ ഒരു പാഠഭാഗം ഉണ്ടാവും. നിങ്ങൾ കൊമേഴ്സ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ പഠിക്കാനുണ്ടാവും. ഉദാഹരണത്തിന് അക്കൗണ്ടൻസി ഉണ്ടാവും, ഇൻഷുറൻസ് ഉണ്ടാവും, അഡ്വർടൈസിങ്ങിനെ കുറിച്ച്, മാർക്കറ്റിങ്ങിനെ കുറിച്ചുള്ള പോർഷൻസ് ഒക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും. ഇതിലേതെങ്കിലും ഒരു പർട്ടിക്കുലർ ഭാഗം, നിങ്ങളിപ്പോൾ അഡ്വർടൈസിങ്ങിനെ കുറിച്ചുള്ള ഭാഗമാണ് നിങ്ങൾക്ക് കൂടുതൽ അട്രാക്റ്റീവായിട്ട് തോന്നുന്നത്, നിങ്ങൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റോടുകൂടി പഠിക്കാൻ തോന്നുന്നത് എങ്കിൽ അങ്ങനെയുള്ള പാഠഭാഗങ്ങൾ കുറച്ച് നിങ്ങൾ ശ്രദ്ധിക്കുക. അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ആ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ജോലികൾ അവൈലബിൾ ആണോ എന്നുള്ളത് നിങ്ങൾ റിസർച്ച് ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയ ഒരു മേഖലയിൽ ഉള്ള ജോലി നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. ഉദാഹരണത്തിന് അഡ്വർടൈസിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്റ്റഡി മെറ്റീരിയൽ ആണെങ്കിൽ നിങ്ങൾക്ക് അഡ്വർടൈസ്മെൻ്റ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ജോലിയിലേക്ക് നിങ്ങൾക്ക് പോകാം. നിങ്ങൾ അക്കൗണ്ടൻസി ആണ് നിങ്ങൾക്ക് കൂടുതൽ താല്പര്യം തോന്നുന്നെങ്കിൽ ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ജോലികൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു മാത്സ് BSc മാത്തമാറ്റിക്സ് പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ മാത്സിനെക്കാളും അതിനകത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് റിലേറ്റഡ് ആണ് അയാൾക്ക് കൂടുതൽ താല്പര്യപ്പെടുന്നതെങ്കിൽ അനലിറ്റിക്സ് പോലെ അല്ലെങ്കിൽ ഡാറ്റ അനലിറ്റിക്സോ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് പല ജോലികളും നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. അങ്ങനെ നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റഡ് തോന്നുന്ന അല്ലെങ്കിൽ നമ്മുടെ അഭിരുചി തോന്നുന്ന വിഷയങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന കരിയർ ഏതാണ് എന്ന് മനസ്സിലാക്കി ആ കരിയറിലേക്ക് നമ്മളുടെ ശ്രദ്ധ പതിപ്പിക്കേണ്ടത് നന്നായിരിക്കും. രണ്ടാമത്തെ പോയിന്റ്, റിസർച്ച് യുവർ കരിയേഴ്സ് എന്നുള്ളതാണ്. ലോകത്തിൽ ദിനം പ്രതി പുതിയ കരിയറുകളും ജോലികളും സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം നിങ്ങൾ താല്പര്യമുള്ള ജോലിയെക്കുറിച്ച് അല്ലെങ്കിൽ മേഖലയെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. കാരണം വെച്ചാൽ ആ ഒരു മേഖലയിൽ നിങ്ങൾ മുൻപ് കണ്ടിരിക്കുന്ന ജോലികളോ കരിയറുകളോ മാത്രമായിരിക്കില്ല ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള പുതിയ കരിയറുകൾ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഏത് മേഖലയിലാണ് നമ്മൾ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മേഖലയെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ പഠിക്കാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത് നന്നായിരിക്കും. ഇപ്പോൾ അത് ഗൂഗിൾ സെർച്ചിലൂടെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ലിങ്ക്ഡിൻ പോലെയുള്ള ജോബ് പ്ലാറ്റ്ഫോമുകളിലൂടെ ആയിക്കോട്ടെ, നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കരിയർ അപ്ഡേറ്റ്സുകൾ, പുതിയ ജോലി സാധ്യതകൾ ഒക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതിനെക്കുറിച്ച് അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ എന്താണെന്നും അതുപോലെ അതിൻ്റെ എത്രത്തോളം സാധ്യതകളുണ്ട് എന്നും എത്ര ഇൻകം നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ കഴിയും. മൂന്നാമത്തേത്, ടേക്ക് എ കരിയർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നുള്ളതാണ്. അതിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇൻട്രസ്റ്റ് വേഴ്സസ് ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ളതിൻ്റെ വ്യത്യാസം എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ നമുക്കൊരു ജോലി അല്ലെങ്കിൽ നമുക്കൊരു കരിയർ എത്തിപ്പെടാനുള്ളൊരു താല്പര്യം നമുക്കുണ്ടാവും, ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കാം. അത് നമ്മളുടെ സാമൂഹ്യ സാഹചര്യം അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാട് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടായിരിക്കും. നമ്മളെ ഒരു സുഹൃത്തോ നമ്മളുടെ ബന്ധുവോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒക്കെ ഒരു പർട്ടിക്കുലർ കരിയറിലെത്തി എന്ന് കാണുമ്പോൾ അതേ കരിയറിലേക്ക് നമ്മളും എത്തണമെന്ന് നമ്മൾ ആഗ്രഹിക്കും, അല്ലെങ്കിൽ അത്രയും പണം നമുക്ക് നേടണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടാവും. അങ്ങനെയുള്ള അത് നമ്മുടെ ഇൻട്രസ്റ്റ് ആണ്, കരിയറിനോടുള്ള ഇൻട്രസ്റ്റ് ആണ്. പക്ഷേ നമ്മളെ അഭിരുചിക്ക് പിറകെയാണ് നമ്മൾ എപ്പോഴും പോകേണ്ടത്. ഇൻട്രസ്റ്റ് കൊണ്ട് നമുക്ക് ഒരു കാലാകാലം നമുക്കൊരു കരിയറിൽ നിലനിൽക്കാൻ പറ്റില്ല. പക്ഷേ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട് എങ്കിൽ നമുക്ക് കാലാകാലം ആ കരിയർ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇപ്പോൾ ഓൺലൈനായും ഓഫ്ലൈനായും നിരവധി ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. കരിയർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. ഇങ്ങനെ ഏതെങ്കിലും ഒരു ടെസ്റ്റുകൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ നിങ്ങൾ വളരെ ബ്രോഡായിട്ട് ചിന്തിക്കുന്ന ഒരു കരിയർ ഏതാണ് എന്ന് കൃത്യമായി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ പോകുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ആ കരിയർ ആപ്റ്റിറ്റ്യൂഡ് അതിൻ്റെ ബ്രോഡിൽ നിന്ന് നാരോ ചെയ്ത് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ വളരെ ചുരുങ്ങിയ ഒരു മേഖലയിൽ മാത്രം നിങ്ങൾക്ക് കേന്ദ്രീകരിച്ച് നിങ്ങളുടെ കരിയറിന് വേണ്ടിയുള്ള സെർച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് ഒരു കരിയർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എപ്പോഴും നിങ്ങൾ എടുക്കുന്നത് നന്നായി. കൺസിഡർ യുവർ ഫ്യൂച്ചർ ലൈഫ് സ്റ്റൈൽ, ഇതാണ് അടുത്തത്. അതായത് നമ്മളൊരു കരിയർ സെലക്ട് ചെയ്യുമ്പോൾ നമ്മളൊരു ലൈഫ് സ്റ്റൈലും കൂടിയാണ് സെലക്ട് ചെയ്യുന്നത്. എപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ നമ്മളെ കരിയറുമായി ബന്ധപ്പെട്ട് തന്നെയാണ് നമ്മളുടെ ലൈഫ് സ്റ്റൈൽ മുന്നോട്ട് പോവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ എന്താണ് എന്ന് നമുക്ക് ഒരു ധാരണ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള കരിയർ സെലക്ട് ചെയ്യാൻ നമ്മൾ എപ്പോഴും ശ്രമിക്കുന്നത് നന്നായിരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു കരിയറിലേക്ക് നമ്മളുടെ പല കാര്യങ്ങൾ റിലേറ്റഡ് ആയിട്ടുണ്ട്. നമ്മുടെ സാലറി, ഇൻകം റിലേറ്റഡ് ആണ്, നമ്മളുടെ ലൊക്കേഷൻ റിലേറ്റഡ് ആണ്,
നമ്മൾ ഇനി ട്രാവൽ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ, നമ്മുടെ ടൈം, ഇതൊക്കെ തന്നെ റിലേറ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ നോക്കി വേണം നമ്മൾ കരിയർ സെലക്ട് ചെയ്യാൻ. ഇപ്പോൾ ട്രാവൽ ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരു മാർക്കറ്റിംഗ് കരിയർ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ വലിയ ബുദ്ധിമുട്ട് അയാൾക്ക് അനുഭവപ്പെടും. അപ്പം അതുപോലെ തന്നെ ഒരു ടൈം, നമുക്ക് നൈറ്റ് ഡ്യൂട്ടി ചെയ്യാൻ ഉറക്കമടയ്ക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഇപ്പം നൈറ്റ് ഡ്യൂട്ടി, ഇപ്പം നഴ്സിംഗ് പോലുള്ള നൈറ്റ് ഡ്യൂട്ടി ഒക്കെ ചെയ്യേണ്ടി വരാൻ സാധ്യതയുള്ള ജോലികളൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അങ്ങനെയുള്ള കരിയറുകൾ നമ്മൾ നോക്കി കണ്ടു സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ അതേപോലെ ലൊക്കേഷൻ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ജോലി ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരാളാണെങ്കിൽ നാട്ടിൽ യാതൊരു ജോലി സാധ്യത ഇല്ലാത്ത ഒരു കോഴ്സ് പഠിക്കുകയോ ആ കരിയറിനെ പറ്റി നോക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നാട്ടിൽ യാതൊരു ജോലി കിട്ടാൻ ചാൻസ് ഇല്ല. നമ്മൾ വേറെ എവിടേക്കും മൂവ് ചെയ്താൽ മാത്രമേ ജോലി കിട്ടുള്ളൂ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയും കണ്ടും, ലൊക്കേഷൻ ആയിക്കോട്ടെ, ഈ പറഞ്ഞ നമുക്ക് കിട്ടേണ്ട ഇൻകം, ഫ്യൂച്ചർ ലൈഫ് സ്റ്റൈൽ നമുക്ക് എത്രത്തോളം ഇൻകം വേണം എന്നുള്ളതായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളുടെ ഈ വർക്ക് ടൈമിംഗ് ആയിക്കോട്ടെ, ഒക്കെ തന്നെ നോക്കി വേണം നമ്മൾ ഒരു കരിയർ സെലക്ഷനിലേക്ക് പോകാൻ വേണ്ടി. 5ാമത്തെ പോയിന്റ്, ഡു സം വർക്ക് എക്സ്പീരിയൻസ്. അതായത് നമ്മൾ ഒരു കരിയർ സെലക്ട് ചെയ്യാൻ നമുക്ക് ഏറ്റവും നല്ല മാർഗങ്ങളിലൊന്ന് ആ കരിയർ കുറച്ചു കാലം ട്രൈ ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. നമ്മൾ ഇപ്പോൾ പല ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ വർക്ക് ഫ്രം ഹോം ചെയ്യാൻ പറ്റുന്ന, പാർട്ട് ടൈമായിട്ടും ഫുൾ ടൈമായിട്ടും ഒക്കെ ചെയ്യാൻ പറ്റുന്ന, ഇന്റേൺഷിപ്പായിട്ടോ ട്രെയിനി ആയിട്ടോ ഒക്കെ നമുക്ക് പല ജോലികളും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരവസ്ഥ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഇതൊരു ബെനിഫിറ്റായി കണക്കാക്കി നമ്മൾ എന്ത് ചെയ്യുക, നമ്മളൊരു കരിയർ സെലക്ട് ചെയ്യാൻ തീരുമാനിച്ചു എങ്കിൽ ആദ്യം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പാർട്ട് ടൈമായിട്ടോ അല്ലെങ്കിൽ ട്രെയിനി ആയിട്ടോ ഇന്റേൺഷിപ്പിലൂടെയൊക്കെ ഈ ജോലി നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അത് നമുക്ക് യോജിച്ചതാണോ എന്ന് മനസ്സിലാക്കാൻ നമുക്ക് വളരെയധികം ഉപകാരപ്പെടും. അഥവാ നമുക്കത് യോജിക്കാത്ത ഒരു ജോബാണെങ്കിൽ നമുക്കത് ഉപേക്ഷിച്ച് മറ്റൊരു കരിയറിലേക്ക് നമുക്ക് മൂവ് ചെയ്യാനും പറ്റും. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത്, വർക്ക് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുന്നത് വളരെ നല്ലൊരു ഓപ്ഷനാണ്. 6ാമത്തെയും അവസാനത്തെയും പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചാറ്റ് വിത്ത് എ പ്രൊഫഷണൽ. പ്രൊഫഷണൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ 2 രീതിയിലുള്ള പ്രൊഫഷണൽസിലും ഉദ്ദേശിക്കും. ഒന്ന്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന കരിയറിൽ സക്സസ്ഫുൾ ആയതോ അല്ലാത്തോ ആയിട്ടുള്ള പ്രൊഫഷണൽസ്, അല്ലെങ്കിൽ കരിയർ കൗൺസിലിംഗ് രംഗത്ത് പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർ. ഈ 2 പേരോടും നിങ്ങൾ കൺസൾട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് നന്നായിരിക്കും. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കരിയറിൽ വർക്ക് ചെയ്ത് ഒരു പ്രൊഫഷൻ ആകുമ്പോൾ അയാളോട് സംസാരിക്കുമ്പോൾ, നിരന്തരം സംസാരിക്കുമ്പോൾ ആ കരിയറുമായിട്ട് ബന്ധപ്പെട്ട ചലഞ്ചസ് എന്താണ്, അതിൻ്റെ നെഗറ്റീവ്സ് എന്താണ്, പോസിറ്റീവ്സ് എന്താണ് അതിൻ്റെ വർക്ക് കൾച്ചർ, നേച്ചർ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ വളരെ കൃത്യമായി, അതുമാത്രമല്ല എവിടെയൊക്കെ നിങ്ങൾക്ക് ഇതിന് ജോലി സാധ്യതകളുണ്ട്, എംപ്ലോയറായിട്ടുള്ള കണക്ടിവിറ്റി ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്നതായിരിക്കും എന്ന് നിങ്ങളൊരു ആ രംഗത്തുള്ള പ്രൊഫഷണലായിട്ട് സംസാരിക്കുമ്പോൾ. അപ്പോൾ അവരായിട്ട് സംസാരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇനി അതുപോലെ തന്നെ അത്യാവശ്യമാണ് ഒരു കരിയർ കൗൺസിലിംഗ് പ്രൊഫഷണലായിട്ട് സംസാരിക്കുക. കരിയർ കൗൺസിലിംഗ് പ്രൊഫഷണൽസ് ഈ രംഗത്ത് വളരെയധികം വൈദഗ്ധ്യം നേടിയിട്ടുള്ള ആൾക്കാരായിരിക്കും. അവർ പലവിധ കരിയറുകളെ കുറിച്ചോ ആൾക്കാരുടെ ഉദ്യോഗാർത്ഥികളുടെ അഭിരുചിയെക്കുറിച്ചോ ഒക്കെ തന്നെ വളരെയധികം പഠിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും. അവരായിട്ട് കൗൺസിൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ അഭിരുചി മനസ്സിലാക്കി നിങ്ങൾക്ക് നല്ല രീതിയിൽ കരിയർ ഗൈഡൻസ് തരാൻ അവരെ കൊണ്ട് സാധിക്കും. ഈ 6 കാര്യങ്ങളാണ് നമ്മളൊരു കരിയർ സെലക്ഷൻ ചെയ്യുന്നതിന് മുമ്പായി ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഈ പോയിന്റുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.